ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. രാവിലെയാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്. ഇന്നൊരു കൗൺസിലിംഗ് തരുന്നുണ്ട്. അതായത് നമ്മൾ മെൻ്റൽ സ്റ്റേറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ ആയിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുത്തിയെടുത്ത് പരിശോധിക്കുന്നതാണ്. അപ്ഡേഷൻ ഞാൻ ഡീറ്റെയിൽഡായിട്ട് തരാം. കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട്. തിരക്കുള്ളത് ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ മിണ്ടാതിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്, നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് കേസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ ഇല്ലാണ്ട് പോകും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. കാരണം നമുക്ക് മുന്നേ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ട്. മുന്നേ നമ്മുടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം തന്നെ URL നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ URL അതിപ്പോൾ അൺലിസ്റ്റ് ചെയ്താലും പ്രൈവറ്റ് ചെയ്താലും ഒക്കെ URL കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതെല്ലാം ചേർത്ത് തന്നെയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അറിയിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതായത് ഇത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ അസുഖത്തിൻ്റെയാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കണ്ണട വയ്ക്കാല്ലേ കാണില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഹായ്. ഒരുപാട് പേര് ഗ്രൂപ്പിലുണ്ട്, ഒരുപാട് പേര് നിരന്തരം മെസ്സേജസ് അയക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ മെൻ്റലി ഡൗൺ ആയിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത്. വോട്ടെവർ പോയിട്ട് വന്നിട്ട് പറയാം.